ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. ഇത് സിമ്പിളായിട്ട് ആർക്കും വയ്ക്കാവുന്ന രീതിയിലുള്ള കറിയാണ്, എളുപ്പം വെക്കാം. ഞാൻ ഇതിനായിട്ട് ഒരു 4 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് നല്ല എരിവുള്ളതാണ്, കീറി വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 3 തക്കാളി അടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. അതിനുവേണ്ടി ഗ്യാസ് കത്തിച്ചു, പാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിലൊന്ന് ചൂടായപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയപ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം. നല്ല ബ്രൗൺ നിറമാകുന്നവരെ നമുക്കിത് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഉപ്പിട്ടത് കൊണ്ട് ഇത് നന്നായിട്ട് എളുപ്പം മൂത്ത് കിട്ടും. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഞാൻ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു. നേരത്തെ തന്നെ ഇട്ടതാണ് എല്ലാത്തിനും കൂടെ. ഇത്രയും മതിയാകും ഇതിന്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇപ്പോഴിത് ഏകദേശം ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഒരു ഇച്ചിരി ഓയിലിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും ഗാർലിക്കും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നടുക്കായിട്ട് ഇട്ടിട്ട് അല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇഞ്ചി പേസ്റ്റും കൂടെ മൂത്ത് കിട്ടിയാൽ മതി. അത് എളുപ്പം തന്നെ ആയി കിട്ടും. ഇപ്പോൾ നന്നായിട്ട് ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂക്കത്തക്കവണ്ണം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഒന്ന് പച്ചമണമൊക്കെ മാറി ഒരു ചെറിയ ബ്രൗൺ നിറമായി കിട്ടണം. അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക. ഇപ്പോഴാണ് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത്. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി അടിച്ചു വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ആ തക്കാളിയും കൂടെ ഒന്ന് വെന്ത് വെള്ളം വറ്റി ഒന്ന് മൂത്ത് കിട്ടണം. അതുവരെ നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മിക്സി കഴുകി അല്പം വെള്ളം കൂടെ ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിച്ചുള്ളൂ. ഇനി ഈ വെള്ളമെല്ലാം ഒന്ന് നന്നായിട്ട് വറ്റട്ടെ. ഇപ്പോൾ ഇതിലെ മസാലയിലെ വെള്ളമെല്ലാം വറ്റി മസാല നന്നായിട്ട് മൂത്ത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്, അത് ഇട്ട് കൊടുക്കാം. ചിക്കനകത്തിലെ വെള്ളം വീഴാത്ത പോലെ അതിനകത്ത് നിന്നെല്ലാം പെറുക്കി ഇട്ട് കൊടുത്തു. വലിയ പീസാണ്, അപ്പോൾ ഇച്ചിരി ടൈം എടുക്കും. തന്നെയല്ല നല്ല വേവുള്ള ചിക്കനുമായിരുന്നു. ഇത് കുറച്ച് ഒരു അരമണിക്കൂറോളം എടുത്ത് കേട്ടോ ഒന്നൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ആദ്യം ഒന്ന് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മസാലയെല്ലാം ഓരോ പീസിലും പിടിക്കണം. അതുപോലെ നന്നായിട്ടിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോഴിതിൽ മസാല എല്ലാം ചിക്കനെ പുരണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട്
അതിലേക്ക് ഞാൻ ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം വലിയ ചിക്കനാണ്, തന്നെയല്ല ഇച്ചിരി വേവുള്ള ചിക്കനായിരുന്നു. അപ്പോൾ അത് ഒന്ന് ആ വെള്ളത്തിൽ കിടന്നൊന്ന് വേവണം. വലിയ പീസായതുകൊണ്ട് നല്ല വേവായിരുന്നു. വലിയ പീസ് തന്നെയല്ല, ഇച്ചിരി മൂപ്പുള്ള ചിക്കനായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഏറെ വെള്ളം ഒഴിച്ച് കൊടുത്തു. നല്ല പോലെ വെന്ത് കിട്ടണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 കിലോയോളം വരുന്ന ചിക്കനുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇരുന്ന് വേവട്ടെ. ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി അപ്പോഴത്തേക്കൊന്ന് കുറുകി റെഡിയാവും. വീണ്ടും ഒന്നുകൂടെ ഞാൻ അടച്ചു കൊടുത്തു. ഒരു അരമണിക്കൂറിന് ശേഷമാണ് പിന്നെ ഞാനിത് തുറന്നത്. അപ്പോഴത്തേക്കിത് റെഡിയായിരുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ സ്വാദിഷ്ടമായ ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ